ഡ്രൈനേജിൽ വരുന്ന ഇവിടെ വീഴുന്ന സ്റ്റോം വാട്ടേഴ്സ് മൊത്തം ഫിൽട്ടർ ചെയ്തിട്ട് ഈ കുളം റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഈ മരങ്ങളും ചെടികളും ഒക്കെ കൊണ്ട് ഭയങ്കര ഒരു റിഫ്രഷിങ് ഒരു ഫീലിംഗ് ഉണ്ട്. എന്താണ് അതിൻ്റെ ബാക്കിലുള്ള ഒരു ഐഡിയ? ആസ് എ ഡെവലപ്പർ ലാൻഡ്സ്കേപ്പിംഗ് ഞങ്ങൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. പ്രൊജക്റ്റിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, മരങ്ങൾ നിലനിർത്തുക, കുറേ പൂക്കളുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പ്രൊജക്റ്റിൻ്റെ ഭംഗി കൂട്ടാനുള്ളൊരു പ്രധാന ഘടകം തന്നെയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഇതിലൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഡെവലപ്പേഴ്സാണ്, കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, ഭൂമിയെ ഉപദ്രവിക്കുന്നുണ്ട്. ഞങ്ങൾ എക്സ്കവേഷൻ എല്ലാം ചെയ്ത് അത്യാവശ്യം എല്ലാം ഭൂമിയെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഞങ്ങൾ ഭൂമിയെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഞങ്ങൾ നല്ല രീതിയിൽ ഭൂമിയെ നാളത്തേക്ക് വേണ്ടി ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ലാൻഡ് കിട്ടുകയാണെങ്കിൽ ആ ലാൻഡിൽ ഞങ്ങൾ ആദ്യം നോക്കാറ് എത്ര മരങ്ങളുണ്ട്, then അതിൻ്റെ ടോപ്പോഗ്രഫി നിലനിർത്താൻ വേണ്ടിയിട്ട് ലെവൽ ചെയ്യാതെ മണ്ണുകൾ അധികം അനക്കാതെ എങ്ങനെ ഞങ്ങളവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാമെന്ന് ആലോചിക്കും. ദെൻ അവിടുത്തെ മരങ്ങൾ നോക്കും, മരങ്ങളെ ഉപദ്രവിക്കാതെ മാക്സിമം നിലനിർത്തേണ്ട മരങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാറ്. അതിനൊരു പ്രധാന ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ പറമ്പെല്ലാം ഈ ഏരിയകളെല്ലാം നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഇത്രയും മരങ്ങളുകൊണ്ടും ഈ മരങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാതെ ഈ ഒരു ഓപ്പൺ സ്പേസ് ആക്കി ഇവിടെ വിട്ടിരിക്കുന്നത്. അതുപോലെ ഈ കുളം ഇത് നിങ്ങൾ ചെയ്തതാണോ? അല്ല, ഈ കുളം ഞങ്ങൾ ചെയ്തതല്ല. അതൊരു തറവാട്ട് പറമ്പായിരുന്നു, പണ്ട് അവരുപയോഗിച്ച കുളമായിരുന്നു. അത്യാവശ്യം മോശമായി കിടന്നിരുന്ന ഒരു കുളമായിരുന്നു. ഞങ്ങളത് കെട്ടി നല്ല രീതിയിൽ സംരക്ഷിച്ചു, 4 പുറം കെട്ടി 4 പുറം ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ട് നല്ല എങ്ങനെയാണോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇവിടെയുള്ള സ്റ്റോം വാട്ടേഴ്സ്, ഡ്രൈനേജിൽ വരുന്ന ഇവിടെ വീഴുന്ന സ്റ്റോം വാട്ടേഴ്സ് മൊത്തം ഫിൽട്ടർ ചെയ്തിട്ട് ഈ കുളം റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ഇത്രയും ഓപ്പൺ സ്പേസ് കൊടുക്കുന്നതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്. ദെൻ ഇത്രയും മരങ്ങളും ഇവിടെ ഉണ്ട്, ഇത്രയും പുല്ലുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഇവിടെ വരുന്ന വെള്ളം മുഴുകിപ്പോകാതെ ഈ ഭൂമിയെ തന്നെ ഇവിടെയുള്ള ഏരിയ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഉപയോഗപ്പെടും.